എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എൻ്റെ പേര് ഗിൽബർട്ട് കർണൂലിയാണ്. അതിനൊന്ന് ഷോർട്ടായിട്ട് GK എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചാലും. ഇന്നത്തെ എൻ്റെ വീഡിയോ ലൈഫ് പോർട്ടേഴ്സിനെ കുറിച്ചാണ്. ലൈഫ് പോർട്ടർ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പോർട്ടർ എന്ന് പറഞ്ഞാൽ നാം റെയിൽവേ സ്റ്റേഷനിൽ കാണാറുണ്ടല്ലോ, യാത്രക്കാരുടെ അധികവും ഭാരമുള്ള വസ്തുക്കൾ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സഹായിക്കുക. അതായത് വരുന്ന ട്രെയിനിലെ പാസഞ്ചേഴ്സിനും പുറത്തുള്ള പാസഞ്ചേഴ്സിനെയും പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ ഇവർ സഹായിക്കാറുണ്ട്. ഇവർ ഡെയിലി ഇവരുടെ ഒരു റൊട്ടൈൻ ജോബാണ്. ഈ ഭാരമേന്തി അവർ സ്റ്റെപ്പുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഏതെങ്കിലും കാരണവശാൽ അത് ഒരടി തെറ്റിയാൽ പിന്നെ അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ പോർട്ടർ എന്ന് പറഞ്ഞാൽ അവരായി മാത്രം കാണരുന്നതിനാൽ മറ്റൊരു കൂട്ടരുണ്ട്. അവർ ഭാരം ചുമക്കുന്നത് നാം കാണില്ല, പക്ഷെ ഭാരം ചുമക്കുന്നവരാണ്. ആരാണവർ? നാം തന്നെ, മറ്റാരുമല്ല. ഒന്നുകിൽ നമ്മളായിരിക്കും, ദെൻ നല്ല ഉന്നത നിലകളിലുള്ളവർ, ദെൻ വാട്ട് ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, സെലിബ്രിറ്റികൾ, ആങ്കറിങ് ചെയ്യുന്നവർ, സിനി സ്റ്റാർസ്, ജീവിതത്തിലെ ഏത് ഫോണിലുള്ളവരും അവർ ഒരു രീതിയില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ ഭാരം ചുമക്കുന്നവരാണ്. ദേ ആർ പോർട്ടേഴ്സ്. ഇത് ലൈഫ് പോർട്ടേഴ്സാണ്. ദറ്റ് ഈസ് എ റിയൽ തിങ്. നാം എല്ലാം മനസ്സിലാക്കണം. ബട്ട് ഇതിൽ രണ്ട് കാര്യങ്ങൾ, ഒരു വ്യത്യാസം. ഒരു ചിലർ അത് ആരോടും പങ്കുവയ്ക്കില്ല. മറ്റു ചിലർ ഏതെങ്കിലും അടുത്ത സുഹൃത്തുക്കളോട് അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയാറുണ്ട്. ബട്ട് എപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ശരിയും തെറ്റും ആണ് അതിൻ്റെ റിസൾട്ട് തന്നെ. രണ്ടിൽ ഏതെങ്കിലും ഒരു റിസൾട്ട്, ഒന്നിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. പലത് ചെയ്യുമ്പോഴും അത് അതേ ലെവലിൽ സക്സസ് ആകണമെന്നില്ല. ഒരു പക്ഷേ ഫെയിലായി പോകും. ബട്ട് ഫെയിലാകുമ്പോൾ അപ്സെറ്റ് ആകരുത്. ആ ഫെയിലിൽ നിന്ന് നിങ്ങൾക്ക് പലതും പഠിക്കാനുണ്ടാകും. അതിന് ഉൾക്കൊണ്ട് നെക്സ്റ്റ് മൂവ് ടു ഫർദർ സ്റ്റെപ്പ്. എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. സോ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പ്രധാനം, നാം എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഒരു കൺട്രോളുള്ളതിന് കൺട്രോളായിരിക്കണം. അത് യാതൊരു കൺട്രോളില്ലാതെ എന്ത് ചെയ്താലും അത് അടിതെറ്റും. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഉള്ള ബുദ്ധിമുട്ടുകളുടെ പരസ്പരം പങ്കുവയ്ക്കണം. അതല്ലാതെ ഭർത്താവ് വടക്ക് ദിശയും ഭാര്യ തെക്കോട്ടുള്ള ദിശയും, മക്കൾ കിഴക്ക് വശത്തേക്കുള്ള ദിശയിലും, മാതാപിതാക്കൾ പടിഞ്ഞാറത്തേക്കുള്ള ദിശയിലാകുമ്പോൾ 4 ദിശകളിലായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒന്നും സക്സസ് ആകത്തില്ല. നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും സാമ്പത്തികമൊക്കെ ഉണ്ടാകും. നമുക്ക് മനസ്സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഏത് കോവിലിൽ പോയാലും, ഏത് മസ്ജിദിൽ പോയാലും, ഏത് പള്ളികളിൽ പോയാലും, അവിടെ എന്ത് നേർച്ചകൾ നേർന്നാലും, എന്ത് ജപങ്ങളും ഹോമങ്ങളും നടത്തിയാലും, എത്ര 150 മണി നേരം പ്രാർത്ഥന നടത്തിയാലും, എത്ര പെരുന്നാൾ കൂടിയാലും ദൈവം ഒന്നും അതിന് ഫലം തരില്ല. അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഫലം തരും. അദ്ദേഹം വലിയ സൂത്രശാലിയാണ്. നമ്മൾ ഈ ഒത്തിരി ആൾക്കാരെ കഷ്ടപ്പെട്ട് എന്ത് തോന്നിയാസം കാണിച്ച് നേരെ അവിടേക്ക് ഒന്ന് ശരണം വിളിച്ച് കേട്ടാൽ പുള്ളി ലെഫ്റ്റും റൈറ്റും കൊണ്ട് അങ്ങോട്ട് മെതിക്കും. ഗെറ്റ് ലോസ് എന്ന് പറയും. കാരണം ഗെറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരിട്ടൊന്നും പറയില്ല. കാരണം അങ്ങനെ നേരിട്ട് പറയാൻ പറ്റില്ല. അദ്ദേഹമൊക്കെ ശരിയായിട്ടുള്ള പരരൂപണ നമ്മുടെ മുന്നിൽ അവിടെ ഉണ്ടാകും. പക്ഷെ ഒന്നും മനസ്സിലാകാതെ ഇതെല്ലാം ഈ ശക്തി മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന സമയം, ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ചിലവഴിക്കുന്ന സമയം നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക. അതാണ് ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത്. അന്യവനടുത്ത് നിങ്ങളറിയാം, നിങ്ങൾ നല്ല ആഹാരം കഴിക്കും, മറ്റൊരുത്തർ കഞ്ഞി വരെ ഒരു നേരത്തെ കഞ്ഞി വരെ കഴിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങൾ എത്ര പേരാണ് അവിടേക്ക് ഒരു നേരത്തെ കഞ്ഞിക്കുള്ള ആഹാരം കൊടുക്കുന്നത്? അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നത് എപ്പോഴും സുരക്ഷിതമായ ആഹാരം കിട്ടണമെന്നില്ല. ഒരു കഞ്ഞിയും ഒരു മുളക് ചുട്ടതും ഉണ്ടെങ്കിൽ അന്നത്തെ ഒരു സമയം നമുക്ക് പിടിച്ചെടുത്താം. മറിച്ച് അതിനു വേണ്ടി നമ്മൾ കടകളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കടം വാങ്ങിയാൽ ഭക്ഷണം നിങ്ങൾ കഴിച്ചിരിക്കും, അടുത്ത ദിവസം അത് നമുക്കൊരു ബാധ്യതയായി വരും. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അത് കഴിഞ്ഞാൽ മറ്റൊരു കൂട്ടനുണ്ട്, അടുത്തുള്ളൊരുത്ത നല്ല കാർ കിട്ടി, ഇവിടെ സാധാരണ ഓടാമെന്നുള്ളൊരു കാറുള്ളപ്പോൾ ആ കാറിന് വിറ്റ് മറ്റൊരു കാർ എടുക്കുക. 2-3 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാകും.
അപ്പോഴെന്ത് വിചാരിക്കും, മുമ്പ് പഴയ കാർ ഉണ്ടായിരുന്നാൽ മതി. ഇതെല്ലാം നാം അനാവശ്യമായിട്ട് നാം വർദ്ധിച്ച് വയ്ക്കുന്ന വിനകളാണ്. അതുകൊണ്ട് കഴിയുന്നതും നമുക്കുള്ള ബഡ്ജറ്റിൽ ഉള്ളതിന് മിതമായ രീതിയിൽ ചിലവാക്കി നമ്മുടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. എപ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഉടൻ തന്നെ അതിനൊരു സക്സസ് കിട്ടണമെന്നില്ല, അതിന് കാലങ്ങളെടുക്കും. ആ കാലങ്ങളിൽ കിട്ടുന്ന സക്സസ് വളരെ വിജയകരമായിരിക്കും. അവിടെ ഒന്നും നിങ്ങളും അടിപതറിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പറയുന്നത്, ഏത് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ആ സമ്മർദ്ദങ്ങളെ കുടുംബത്തിലുള്ളവരും കൂട്ടായിരുന്ന് ഡിസ്കഷൻ ചെയ്താൽ അതിൻ്റെ ശരി തെറ്റുകൾ നമുക്ക് അറിയാൻ പറ്റും. വീട്ടുകാരോട് ആലോചിക്കാൻ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് നാളെ പോലീസുകാരൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴോ ഇൻസ്റ്റാൾമെൻറ്റുകാരൻ അവിടെ നിന്ന് കാശ് വയ്ക്കാൻ വേണ്ടി വരുമ്പോഴായിരിക്കും അറിയാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടു ബാഡ്. ആ ഒരു സ്റ്റാറ്റസ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. നമ്മൾ മലയാളീസ് വളരെ ബുദ്ധിശാലികളാണ്, വളരെ നല്ലവരാണ്. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ബുദ്ധി പ്രയോഗിക്കില്ല. എന്ത് എന്തായാലും നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഓശാന പാടുന്ന ഒരുത്തം ഉള്ള ഓക്കെ യു ഡൂ ഇറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അവസാനം അയാൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷിയല്ല, നീ പോയി അവനൊന്ന് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും പറയുക. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈവൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന പല മേഖലയുള്ളവരുണ്ട്. ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഒരു ലെവൽ വരെ അങ്ങനെ അങ്ങോട്ട് പിടിച്ചേറി അണികളുണ്ടാകും. അവരുടെ കൂടെ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവരുടെ എന്നാ ഭരണവും അതെല്ലാം പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് ഒന്ന് പറയാൻ ഞാൻ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി മാറ്റർ. സോ സുഹൃത്തുക്കളുടെ എല്ലാം ഒന്ന് പറയാനേ ഉള്ളൂ, ഇവിടെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സ്വർഗം ഇവിടെയാണ്, എല്ലാം ഇവിടെ തന്നെ. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ശക്തി ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു, പ്രാർത്ഥിക്കുക ഈശ്വരനോട്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയല്ല, നാം അറിയാത്തവർക്ക് വേണ്ടി, വ്യാകുലപ്പെടുന്നവർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ് നമുക്കാവശ്യം. നിങ്ങൾ ആരെങ്കിലും ഈശ്വരനോട് ചോദിക്കണം, ഈശ്വരോ എനിക്ക് അത് വേണ്ടി തന്നെ, ഈശ്വരന് സുഖമാണെന്ന് ആരെങ്കിലും ചോദിക്കുമോ? നോ, നമ്മളാരും ചോദിക്കില്ല. ബട്ട് ഐ ആസ്ക്, ഞാൻ ചോദിക്കും. ഞാനങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ല, അമ്പലത്തിലും പോകില്ല. ബട്ട് ഇവിടെ എല്ലാം പോയിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് നത്തിങ്, നാം ചെയ്യുന്നതേ നമുക്ക് തിരിച്ചു തരും. സോ നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും നല്ലത് ചെയ്യുക, നല്ല മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കുക. ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റതായിട്ട് ഒന്നുമില്ല. നമ്മൾ എത്ര കണ്ട് പരാജയത്തിൽ പെടുന്നു, വിജയത്തിൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ ഒരു സമയമാണെന്ന് കരുതിക്കോളൂ. എപ്പോഴെങ്കിലും ഇന്ന് നിങ്ങൾ നല്ലതൊരു കഷ്ടപ്പെട്ടാൽ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും. ശരിയും തെറ്റും കണ്ട് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കുക, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. പറ്റിയാണെങ്കിൽ നല്ലത് ആരെങ്കിലും കണ്ട് സുഖമാണ് എന്നൊന്ന് കേൾക്കുക. നമുക്ക് ഈശ്വരൻ തന്ന മുഖം ആ രീതിയിൽ ചിരിച്ച മുഖമായിട്ട് നമ്മളൊരു കാണുക. ഇന്നത്തെ കാലത്ത് നമുക്ക് പേര് ചോദിക്കാൻ പറ്റില്ല, ഒരുപക്ഷെ മുഖം വെച്ചായിരിക്കും നമ്മൾ ചോദിക്കുക. അച്ഛനെ അമ്മയെ ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സോ പ്ലീസ് ഹാവ് എ നൈസ് ഡേ. വിൽ കം യു ബാക്ക് അഗൈൻ വിത്ത് എ ഗുഡ് സബ്ജക്റ്റ് ആൻഡ് ഐ ഹാവ് ലോട്ട് ഓഫ് സബ്ജക്റ്റ് ടു ടോക്ക് വിത്ത് യു. ഓക്കെ, കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു. എല്ലാവർക്കും നല്ല വരട്ടെ.